ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലെ 10-30 മുസ്ലിം വിദ്യാർത്ഥികൾ ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്കൂളിൽ ചേരാൻ പോയപ്പോൾ അവിടുത്തെ ടീച്ചർ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ സമ്മതിക്കില്ല, നിർബന്ധപൂർവ്വം പറഞ്ഞു. അങ്ങനെ പറയാനുള്ള അധികാരം ആ ടീച്ചർക്ക് ആരാ കൊടുത്തിട്ടുള്ളത്? ഈ കുട്ടികൾ ദർസിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇവർക്ക് ഇവിടെ വേഷം വെള്ള ഡ്രസ്സാണ്, തലപ്പാവുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾ TC ആയിട്ട് വന്നിട്ട് പോലും ആ കുട്ടിക്ക് പ്രവേശനം കൊടുത്തില്ല. ശാസ്താംകോട്ടയിലെ ഒരു എയ്ഡഡ് സ്കൂളിലാണ്, ഒരു എയ്ഡഡ് സ്കൂൾ, അവിടെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്. ഒരു ക്രിസ്ത്യൻ എയ്ഡഡ് സ്കൂളിലാണ് ഈ ഒരു അവസ്ഥ. അപ്പൊ ആ സ്കൂളിൽ കുട്ടികളുടെ കുറവാണെന്ന് പറഞ്ഞ് ടീച്ചർമാരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരമാവധി പിള്ളേരെ സംഘടിപ്പിക്കുക. അങ്ങനെ ടീച്ചർമാരും എല്ലാവരും കൂടി പറഞ്ഞു ഈ കുട്ടികൾ കൊടുക്കാം, ഈ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാണ്. ഇവര് നമ്മുടെ കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ദർസിലുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യലുണ്ട്, സ്കൂളുകളിൽ പഠിക്കലുണ്ട്. പക്ഷേ ഈ സ്കൂളിലെ ടീച്ചർക്ക് മാത്രമാണ് ഈ അഹങ്കാരം. ഇത് വളരെ വലിയ പ്രതിഷേധനയാക്കി. അവിടുത്തെ PTA പ്രസിഡന്റും ടീച്ചർമാരും PTA ഭാരവാഹികളെല്ലാം പറഞ്ഞു ടീച്ചറോട്, ടീച്ചറെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കൊടുക്കണം. പക്ഷെ ആ രക്ഷിതാക്കളുമായിട്ട് വന്നിട്ട് പോലും അവിടുത്തെ പ്രധാന അധ്യാപിക ആ ദർസിലെ കുട്ടികൾക്ക് മുതഅല്ലിമീങ്ങളായതുകൊണ്ട്, ദർസ് വിദ്യാർത്ഥികളായതുകൊണ്ട് അവർക്ക് പഠിക്കാൻ സമ്മതിച്ചില്ല. അവിടുത്തെ PTA ബന്ധപ്പെടുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടോ. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷകർത്താക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ജൂൺ 1 പ്രവേശനോത്സവത്തിൽ ചക്കവള്ളി ഭാഗത്തുനിന്ന് ഒരു 10-30 കുട്ടികളും രക്ഷകർത്താക്കളും TCയും പിന്നെ ആവശ്യമായ രേഖകളും കൊണ്ട് നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ പോയാണ് കൊണ്ടുവന്നത്. വണ്ടിക്കകത്ത് കൊണ്ടുപോയി കുറേ ആൾ കൊണ്ടുവന്ന് ഇവിടെ ആക്കി. അപ്പോൾ പ്രവേശനോത്സവം നടന്നു. അത് കഴിഞ്ഞിട്ട് അവർ അഡ്മിഷൻ്റെ സമയം അപ്പോൾ ഞങ്ങൾ തന്നെ അവിടെ നിന്ന് എഴുതി അഡ്മിഷനാക്കി. ഓരോരുത്തരെ ഞങ്ങൾ ആ ഓഫീസിൻ്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ ഇവിടെ കുറച്ച് അവർക്ക് ചില കുട്ടികൾക്ക്, ഈ തെറസിലെ കുട്ടികൾക്ക് വെള്ളിയാഴ്ച വരാൻ സാധിക്കത്തില്ല. അപ്പം പറഞ്ഞ് ഇവർ ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിച്ച് എല്ലാ ദിവസവും വരും. HM വിളിച്ച് ഓരോരുത്തരത്തും ചോദിച്ച് നിങ്ങൾ എല്ലാ ദിവസവും വരുന്ന കുട്ടികളാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു വെള്ളിയാഴ്ച എങ്ങാനും മുടങ്ങുമായിരിക്കും ടീച്ചറെ എന്ന് പറഞ്ഞു. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷകർത്താക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ഞങ്ങൾ ഈ തെറസിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ടുവന്ന് അവർ ഒരു ദിവസം പോലും ഞങ്ങളെ വീട്ടിൽ ഇരുത്താതെ കുട്ടികളെ കൊണ്ടുവന്ന് നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കുട്ടികളെ ഈ PTA-കാരെല്ലാം കൂടിയാണ് ചക്കവള്ളി ഞങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവന്നത്. സ്ക്വാഡ് വർക്ക് ചെയ്താണോ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത്? ഞങ്ങൾ 2-3 അധ്യാപകരും അത് കഴിഞ്ഞിട്ട് PTA-കാരും കൂടെ എൻ്റെ ഒരു പോസ്റ്റിൻ്റെ കാര്യം കൊണ്ടാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നത്. ഈ ടീച്ചറിന് അല്ലാതെ ഞങ്ങൾക്ക് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. രാത്രി മുതൽ ഞങ്ങൾ സംസാരിക്കുകയും എടുക്കുകയും ചെയ്ത് ഈ മുസ്ലിം കുഞ്ഞുങ്ങളെന്ന് കണ്ടപ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് ഒരു വിഭ്രാന്തി ഉണ്ടായി. അവിടെ അങ്ങ് ആ രക്ഷകർത്താക്കളെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞു വിട്ടത്. അതുപോലെ തന്നെ ഈ കുട്ടികളെ എടുക്കാതിരിക്കാൻ ഇവിടെ അത്രയും സ്ട്രെങ്ത് ഉണ്ടോ? അത്രയ്ക്ക് കൂടുതൽ 5ാം ക്ലാസ്സിൽ 5 കുട്ടികളെ വന്നിട്ടുള്ളൂ ഈ ഏരിയയിൽ നിന്ന്. അത് വന്നിരിക്കുന്നത് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അനിയന്മാർ മാത്രമാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. അത് ഞങ്ങളെ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ കുട്ടികളെ ഇവിടെ ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ടീച്ചറിനെ ഇവിടെ പഠിപ്പിക്കുന്ന ഈ ടീച്ചറുള്ള കാലത്തോടെ ഈ കുട്ടികൾ വരത്തില്ല എന്ന് രക്ഷാകർത്താക്കൾ ഞങ്ങളുടെ മുഖത്ത് നോക്കി. അപ്പോൾ എൻ്റെ ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് വിഷയങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഈ 5 കുട്ടികളാണ് 5ാം ക്ലാസ്സിലേക്ക് വന്നത്. ഇത് അൺഎക്കണോമിക് ആവുകയാണ് ഈ സ്കൂള്. അപ്പം ഈ സ്കൂൾ അൺഎക്കണോമിക് ആവാതിരിക്കാനാണ് ഞങ്ങൾ പരമാവധി കഠിനാധ്വാനം ചെയ്ത് 10-30 കൂടുതൽ കുട്ടികൾ, കുറച്ച് TC 19 TC വന്നു കഴിഞ്ഞു, ഞങ്ങളുടെ ഓൺലൈൻ വന്നു കഴിഞ്ഞു. ബാക്കിയുള്ളവർ അഡ്മിഷൻ എടുക്കാനായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് TC വാങ്ങിക്കാൻ ഞങ്ങൾ എഴുതി കൊടുത്ത് TC വാങ്ങിക്കാൻ പോയേക്കുന്ന കുറേ ആൾക്കാർ. അന്നേരം ബുധനാഴ്ചയ്ക്ക് മുമ്പ് 10-30 കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാം. ഓൺലൈൻ വന്ന TC ഒക്കെ അവർ തിരിച്ചു വിട്ട്. രക്ഷിതാക്കൾ ഇവർ ഇത്രയും അപമാനിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ടീച്ചർ എന്നിട്ട് തരാൻ പറഞ്ഞു, ഞങ്ങൾ അഡ്മിഷൻ വരുമോ ഇല്ലയോ എന്ന് PTA പ്രസിഡന്റ് കയറി പറഞ്ഞു, വൈസ് പ്രസിഡന്റ് കയറി പറഞ്ഞു ടീച്ചർ ഒരു കാര്യം അഡ്മിഷൻ കൊടുക്ക്, വരുന്നില്ലെങ്കിൽ ടീച്ചർ ആബ്സെന്റ് ചെയ്യ്.
വരാത്ത ദിവസം ആബ്സെന്റ് ചെയ്യുക. അല്ല ഇത് ഈ തുടർച്ച 15 ദിവസം ആകുമ്പോഴാണ് റിമൂവ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഒരു ദിവസം വന്നില്ലെന്ന് പറഞ്ഞ് നമുക്ക് കുട്ടിയെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ടീച്ചർ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് വാശിയിൽ തന്നെ നിന്നു. എന്നിട്ട് ഞങ്ങൾ തന്നെ AOയും വിളിച്ചു, DOയും വിളിച്ച്, DO ഓഫീസിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വിളിച്ച് പറഞ്ഞു ടീച്ചറെ അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ട് പോലും ഈ ടീച്ചർ അഡ്മിഷൻ എടുത്തില്ല. എന്താണ് ഈ ടീച്ചറിന് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ? കാര്യം ഒന്നാമത് കുഞ്ഞുങ്ങളും കുറവല്ലേ. പക്ഷേ ടീച്ചറിന് വർഗീയത ഉണ്ടായത് കൊണ്ടാണ് ടീച്ചർ ഇത് ചെയ്യാഞ്ഞതാണ് ഞങ്ങളുടെ രീതി, ഞങ്ങൾ മനസ്സിലാക്കിയ രീതി അതാണ്. പറഞ്ഞിട്ടുണ്ട്. ഇത് സ്റ്റേജിൽ നിന്നപ്പോൾ അത് PTA വൈസ് പ്രസിഡന്റ് കേട്ടത്. സ്റ്റേജിൽ കയറിയപ്പോൾ വെള്ള ഉടുപ്പും തൊപ്പി ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. ഇപ്പം അഡ്മിഷൻ കിട്ടുമെന്നാ വിചാരിച്ചതെന്ന് PTA പ്രസിഡന്റ് ഇത് കേട്ട്. എന്നിട്ട് പോലും അവർ PTA പ്രസിഡന്റ് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് അകത്ത് കയറിയ സമയത്തും ചോദിച്ച് ടീച്ചറെ അഡ്മിഷൻ എടുക്കുക, ഒരു ടീച്ചറിനെ പോസ്റ്റ് പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് പോലും ഈ ടീച്ചർ അഡ്മിഷൻ എടുത്തില്ല. ഈ 30 കുഞ്ഞുങ്ങളെയും ദാണ്ട ഈ വീഡിയോയിലുണ്ട്. ഈ രക്ഷകർത്താക്കൾ ഈ സൈഡിൽ വന്ന് നിന്ന് ഞങ്ങളോട് വിഷമിച്ചാണ് ഇറങ്ങിപ്പോ അവർ വണ്ടി കയറി. കുഞ്ഞുങ്ങളെല്ലാം പേടിച്ചു പോയി. 2 മണി സമയമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളെ നോക്കി കരയുക, വിശക്കുന്നു, ഞങ്ങൾക്ക് പേടിയാവുന്നു, ബാപ്പ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇവർ ഈ രക്ഷകർത്താക്കൾ പറഞ്ഞ് ഈ സ്കൂൾ ഈ ടീച്ചർ ഇരിക്കും കാലത്തോളം ഞങ്ങൾ കുട്ടികളെ വിടത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 5ാം ക്ലാസ്സിൽ 5 കുട്ടികളെയും കൊണ്ട് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? അതുപോലെ ഈ HMനെതിരെ നേരത്തെ എന്തെങ്കിലും നടപടി വന്നിട്ടുണ്ടോ? അതെന്തായിരുന്നു അവരുടെ പേര്? 2021 കാലഘട്ടത്തിൽ 23 വരെ സസ്പെൻഷൻ നേരിട്ട ഒരു ടീച്ചറാണിത്. അത് കഞ്ഞി വിഷയവുമായിട്ട് സംബന്ധിച്ചാണ് പുറത്തു പോയിരുന്നത്. കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുത്തില്ല അന്നത്തെ സമയത്ത്. ആ സമയത്ത് അതിൽ നിന്ന് സസ്പെൻഷൻ നേരിട്ട ഒരു അധികം അന്നേ പറയുമായിരുന്നു ഞാനിത് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് പൂട്ടിച്ചേ ഞാൻ കൊടുക്കത്തോളെന്ന്. അവർ ഇവിടെ വന്ന് എല്ലാ അധ്യാപകരുടെ പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റ് ഈ 2021 കാലഘട്ടത്തിൽ അങ്ങനെ ഈ മാനേജ്മെന്റ് അത് സസ്പെൻഷൻ ആയ സമയത്ത് അവർ ഒരുപാട് പരിശ്രമിച്ചു. ഇവർ പൈസ വാരി എറിഞ്ഞ് DO ഓഫീസിലും ബാക്കി എല്ലായിടത്തും DDയിലും വലിയ വക്കീലിനെ കൊണ്ട് വാദിച്ച് അതിൽ നിന്ന് അവർ തിരിച്ചു കയറി. ഇവർക്ക് പൈസ നഷ്ടമല്ലാതെ അവർക്ക് നീതി കിട്ടിയില്ല. അതുകൊണ്ട് മാനേജ്മെന്റ് പറയുന്നത് ഇവർ ഇറങ്ങുന്ന സമയം വരെ ഞങ്ങൾക്ക് അവർ കൈവിട്ടു. കാരണം 21 മുതൽ 23 വരെ അവരെ ഇറക്കി നിർത്തിയിരുന്നു. പക്ഷെ ഇവർ തിരിച്ച് ശക്തിയോടെ തന്നെ കയറി വന്നു. അപ്പം അവർക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ പൈസ പോകുന്നതല്ലാതെ ജോലി പോകുന്ന ഒരവസ്ഥ, എൻ്റെ ഒരു ജോലി പോകുന്ന അവസ്ഥ. എൻ്റെ ജോലിയെ സംബന്ധമായിട്ടാണ് ആ ചക്കുവള്ളി ഭാഗത്തുള്ള ജനങ്ങളെല്ലാം കൂടെ ഞങ്ങൾക്ക് കുട്ടികളെ തന്നത്. എനിക്ക് വേണ്ടുന്ന ഒരു 10 കുട്ടികളുണ്ടായിരുന്നു. അത് പുറത്തുനിന്നുള്ള ദർസിലെ കുട്ടികളല്ല, ദർസിലെ കുട്ടികളെ അല്ല. അത് ഞാൻ ആ ടീച്ചറിൻ്റെ അടുത്ത് കാല് പിടിച്ച് പറഞ്ഞു ദർസിലെ കുട്ടികളല്ല ടീച്ചറിന് എങ്ങനെ അറിയാം? ഇതാണ് പറയുന്നത്, ടീച്ചറിന് എങ്ങനെ അറിയാം? നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വന്ന് ആക്ഷേപിക്കുന്ന രീതി കുഞ്ഞുങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുക. കുഞ്ഞുങ്ങളുടെ മുമ്പിലോട്ടാണ് ഞങ്ങളെ ആക്ഷേപിക്കുന്നത്. കുട്ടികൾ കുറയുന്ന എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് കുട്ടികൾ വരാത്തതെന്ന് ഞങ്ങളെ ആക്ഷേപിക്കുക. ഓരോ അധ്യാപകരെ ആക്ഷേപിക്കുന്നുണ്ട്. പിന്നെ അത് പറയണോ? അപ്പോൾ ആക്ഷേപിക്കുന്ന രീതിയിലാണ് അവിടെ സംസാരിക്കുക. ഈ വന്ന ജനങ്ങളുടെ അടുത്തും പറഞ്ഞു. പക്ഷെ 100% വിജയം കിട്ടിയ സ്കൂളായത്. ഇപ്പം 100% ഒരു 3-4 വർഷം കൊണ്ട് ഞങ്ങൾക്ക് 100% നേടാൻ ഞങ്ങൾ കഴിഞ്ഞു. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയവും. DO ഓഫീസ് അന്വേഷണം നടത്തിയപ്പോൾ ഈ ടീച്ചർ എന്നെ വിളിപ്പിച്ചു. നടപടി എന്താന്ന് ചോദിച്ചാൽ ഒരു വാണിംഗ് എന്ന രീതിയിൽ ഇനി വന്നാൽ കുട്ടികൾ വന്നാൽ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞാണ് DO ഓഫീസിൽ നിന്ന് വിട്ടത്. പക്ഷേ ഇനി വരത്തില്ല രക്ഷകർത്താക്കൾ ഈ സ്കൂളിലോട്ട് ഇനി ഒരു മനുഷ്യർ ഒരു കുഞ്ഞു പോലും ഇവിടെ അഡ്മിഷൻ എടുക്കത്തില്ല. ഇപ്പം ഇന്നും 6ാം ക്ലാസ്സിലേക്ക് 2 അഡ്മിഷൻ പോയി. TC മേടിച്ചുകൊണ്ട് അവർ പോയിരിക്കുക. 2 അഡ്മിഷൻ ഇന്ന് അവിടെ വന്ന് 2 അല്ല 3 അല്ലേ? ഇതറിഞ്ഞുകൊണ്ട് 3 അഡ്മിഷനാ. ഈ ജനങ്ങളെല്ലാം ചോദിക്കുന്നത് എന്ത് പറ്റി? ഈ സ്കൂള് നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇത്രയും കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എന്ത് ത്യാഗം സഹിച്ചാന്ന് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതെന്നറിയാമോ? ഇത്രയും കുഞ്ഞുങ്ങൾ 30 കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ ഇത് മതത്തിന്റെ പേരിലാ, അല്ലാതെ വ്യക്തികളെ അല്ല, മതത്തിന്റെ പേരിലാണ് ഈ ടീച്ചർ ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാഞ്ഞത്. ആ ടീച്ചറിന്റെ ബ്ലെസ്സി ജോർജ്. എൻ്റെ ജോലി അവതാളത്തിലായി. എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. കാരണം ഞങ്ങൾ 3 വർഷം കൊണ്ട് അപ്രൂവൽ ആയിട്ടില്ല. DO ഓഫീസിൽ നിന്നും ഞങ്ങൾ ഈ നീതിക്ക് വേണ്ടി DO ഓഫീസിൽ ചെന്നപ്പോഴും ഇത് 2-3 ദിവസമേ വരുത്തോളെന്ന് രക്ഷകർത്താക്കൾ പറഞ്ഞെന്നും രക്ഷകർത്താക്കൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് TC വാങ്ങിച്ചുകൊണ്ട് പോയെന്നും ആ ടീച്ചർ അവിടെ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് നീതി നഷ്ടപ്പെട്ടു DO ഓഫീസിൽ നിന്നും.